ഹായ് ഹലോ നമസ്കാരം മച്ചാമാരെ വണക്കം. അപ്പൊ ഇന്ന് നമ്മളെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഗൈസ്. ട്രിപ്പാണ്. നമ്മളിപ്പോ നേരെ പോകുന്നത് കോയമ്പത്തൂര്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പോകുന്നതെന്ന് കൂടെ പറഞ്ഞു. കണ്ണിന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കണ്ണിന് ചെറിയ ഇറിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഒന്നര വർഷമായി നമ്മള് സർജറി ചെയ്തിട്ട്. അതെ, അപ്പൊ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1-2 വർഷം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ഇളവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരണം. അപ്പൊ ചേട്ടൻ നല്ല രീതിയിൽ തട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ 3-4 ദിവസം മുന്നേ പോവാൻ നിന്നതാ. പക്ഷേ എന്ത് ചെയ്യാൻ, ഭയങ്കര മഴ കാരണം ഒന്നും പോവാനായിട്ട് പറ്റിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയേക്കണം. അപ്പൊ നമുക്ക് ഒന്ന് വണ്ടിയുടെ എത്ര കിലോമീറ്റർ അല്ല ഓടി. ഇപ്പൊ നമുക്ക് 5154 കിലോമീറ്ററിലാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. ഒന്ന് നമ്മൾ ഈ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഇതുവരെയും ലോങ് ട്രിപ്പ് നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ആപ്പാടെ പോയിട്ടുള്ളത് എവിടെയൊക്കെ പോയില്ല. ഈ വണ്ടി എടുത്തിട്ട് ഗുരുവായൂർ അല്ലേ, ഗുരുവായൂർ പോയി, എറണാകുളം 2 ട്രിപ്പ് അങ്ങാണ്ട് പോയി, ഗുരുവായൂർ പോയി, ഇന്നൊരു കോട്ടയം ട്രിപ്പ് പോയി. ഇത്ര പോയിട്ടുള്ളൂ. 1.5 മാസത്തിന് മുകളിലായി ഇപ്പൊ വണ്ടി എടുത്തിട്ടല്ലേ. സാധാരണ ആഴ്ചയിൽ അല്ല മാസത്തിൽ 4 തവണ എറണാകുളം പോയിക്കൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോഴും പിന്നെ വണ്ടി എടുത്തതിന് ശേഷം 2 പ്രാവശ്യം നമ്മൾ പോയിട്ടുള്ളൂ എന്തായാലും എറണാകുളത്ത്. അപ്പൊ ഇന്ന് നമുക്ക് കോയമ്പത്തൂര് പോയി നോക്കാം അല്ലെ. കോയമ്പത്തൂർ നിന്ന് ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ പോകേണ്ടി വരും. അതിന് അവിടെ ചെന്നിട്ടുള്ള ഇത് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ ട്രിപ്പ് ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. 5154 നമുക്ക് റേഞ്ച് ടെസ്റ്റ് കൂടെ നടത്തിയേക്കാം. ഫുൾ ചാർജ് ആയിരുന്നു. 95% ഉണ്ട്. ഇപ്പൊ കാണിക്കുന്ന 94%. 500 കിലോമീറ്റർ ഓടുമെന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. നമുക്ക് പക്ഷെ എന്തായാലും മധുരയിൽ അങ്ങനെ വെച്ചൊന്ന് ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരും. അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ റോഡ് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടായിരിക്കും പോകുന്നത് അല്ലേ. ചെന്നിട്ട് നമ്മൾ തിരിഞ്ഞാണ് പോകാറുള്ളത്. ഇപ്പൊ നാറൂല് 10-16 കിലോമീറ്റർ സ്ട്രൈറ്റ് ആണ് കാണിക്കുന്നത്. അതെ, അപ്പൊ ആ റോഡ് ഓപ്പൺ ആയി എന്ന് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് മറ്റേ ഹൈവേ നാഗർകോവില്, കന്യാകുമാരി നാഗർകോവിൽ ഹൈവേ. പാടട്ടെ, എനിക്കൊരു പാട്ട് അങ്ങ് പാടിക്കോളാന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ പാട്ട് വരുന്നു. പാടിക്കോട്ടെ. റെഡി 1 2 3. ചിക്കൻ റൈസ്, ചിക്കൻ റൈസ്, അക്കിയമ്മ ചിക്കൻ റൈസ്, ചിക്കുട്ടി പട്ടിണി. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അക്കിയമ്മ ചിക്കൻ റൈസ്, തമിഴ്നാട് ഒക്കെ പാടുന്നതാണ്. എന്നിട്ട് അവസാനം ഇത് പറയുകയും ചെയ്യും. അവസാനം ചിക്കൻ റൈസ് തട്ടുന്നത് അവളും. നമുക്ക് കിട്ടത്തില്ല, അവക്ക് കിട്ടുകയും ചെയ്യും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് നോക്കി ഇതുപോലെ വന്നിട്ട് നല്ല ചിക്കൻ റൈസ് കിട്ടിയതേ ഇല്ല. അതെ, അവസാനം ഇവിടെ ചീക്കുട്ടിയുടെ കണ്ണായിരുന്നു. അത് മധുരന്ന് വന്നപ്പോഴാണ്. മധുരന്ന് എന്താണ് പറഞ്ഞത്? വെസ്റ്റേൺ ഗട്ട്സിന്റെ എൻഡിങ് പോയിന്റ് പശ്ചിമഘട്ടം എന്ന് പച്ച മലയാളത്തിൽ പറയും. പശ്ചിമഘട്ട മലനിരകൾ അങ്ങനെ ഈ ഭാഗങ്ങളിലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ സിയ? അതെ. സോ ആ കാണുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സിന്റെ എൻഡ്. അങ്ങനെ നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് പിന്നെയും കാണാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി ചായ കുടിക്കാനായിട്ട് നാഗർകോവിൽ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അല്ലേ. ഏഞ്ചൽ മസാല ചായ നല്ല ചായ അല്ലേ. കടയുടെ പേര് ഏഞ്ചൽ മസാല ചായ എന്ന് പറയുന്നത്. എൻ്റെ ഈ കടയിലാണ് നിർത്തിയത്. അടിപൊളി ചായ. ഹൈവേയിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ നാഗർകോവിലിൽ നിന്ന് ബൈപ്പാസ് കഴിഞ്ഞ് മുന്നോട്ട് കുറച്ചുകൂടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എഗ് പപ്സ് കഴിക്കാനായിട്ടാണ് നോക്കി വന്ന. അപ്പം പക്ഷേ തമിഴ്നാട്ടിലെ എഗ് പപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ എഗ് പപ്സ് ഇല്ല. അങ്ങനെ വെജ് പപ്സ് വാങ്ങിച്ചു. എഗ് പപ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇനി 10-15 മിനിറ്റ് കൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അത്രയും സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വെജ് പപ്സിൽ ഒതുക്കി. ചായ എന്തായാലും അടിപൊളി. ബീൻസാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ചാൻസ് നോക്കിയതാണ്. എങ്ങാനും എഗ് പപ്സ് കിട്ടുമോന്നറിയാൻ. എഗ് പപ്സ് ഇല്ല ഗൈസ്. സീ കുട്ടിക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. സിയക്ക് എന്തോ ഒരു ആഗ്രഹം. ചായക്കപ്പിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ഒരു മിനിറ്റ്. ഹൈവേയിലൂടെ ഓടിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടിയൊക്കെ ഹൈവേയിൽ കയറുമ്പോൾ മൈലേജ് കൂടുമെങ്കിൽ ഇലക്ട്രിക് വണ്ടിയൊക്കെ ഹൈവേയിലൂടെ ഓടിക്കുമ്പോൾ മൈലേജ് കുറയും. മേ ബി നമ്മൾ സ്പീഡിന് കത്തിച്ച് വിടുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ മധുരയിലെത്തുന്നതിന് മുന്നേ ഒരു 100-300 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ടോപ്പപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളും ടോപ്പപ്പ് ചെയ്തു, വണ്ടിക്കും ടോപ്പപ്പ് ചെയ്തു. ചിക്കൻ റൈസ് അക്കിയമ്മ ചിക്കൻ റൈസ്. എന്നാ പിന്നെ അക്കി മാത്രം ചിക്കൻ റൈസ്, അമ്മ സീക്കുട്ടി പട്ടിണി. എന്തായാലും തമിഴ്നാട്ടിൽ കയറിയ പിന്നെ ഫുഡ് കഴിക്കുക. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മൾ അല്ലേ സിയ? ഇവിടെ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജർ ആയിരുന്നു അല്ലേ ഏട്ടാ.
മുട്ടയൊക്കെ സാധനം ഭയങ്കര പൊടി. ഭയങ്കര പൊടി. നമുക്ക് അകത്ത് കയറാം. എന്താണ് നീ ഉറക്കമില്ലായിരുന്നോ? വയറ്റിൽ ഏറായിരുന്നു. അതെ അതെ, വയറ്റിൽ സിയയുടെ വയറ്റിൽ ഏറായിരുന്നു. രാവിലെ കൊച്ച് കഴിച്ചിട്ട് പിന്നെ ലഞ്ച് കഴിച്ചതും ഒക്കെ സമയം തെറ്റിയത് കൊണ്ട് കൊച്ചിനാകെ അങ്ങ് വിഷമമായിരുന്നു. ഇപ്പം എന്തായാലും ഓക്കെ ആയി. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പമ്പിൽ കയറി നമ്മൾ ജസ്റ്റ് എയർ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തുവാടെ ഇതിനിടയിലിടെ നിങ്ങൾ ഹോൺ അടിക്കുന്നു? കാറ്റടി, എയർ 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 കറക്റ്റ് ആകുമ്പോ എനിക്കൊന്ന് ഇത് കേൾക്കുന്നതായിരിക്കും അല്ലേ? 36 ആകുമ്പോഴേ നോക്കാം. അത് കൊള്ളാലോ സാധനം. 36 ആയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ. ആളിവിടെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. 33, 34 മതിയാവും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം, സൂപ്പർ. കൊച്ച് ഞാൻ സിയം കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. കൊള്ളാം ലെന, കൊള്ളാം കേട്ടോ, കൊള്ളാം. ഞങ്ങൾ കഴിച്ചോളാം. എന്നാലും നല്ല ടേസ്റ്റാ. കൊള്ളാം. അങ്ങനെ എന്തായാലും വെളുപ്പിന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതേ കോയമ്പത്തൂർ എത്തി. ഏകദേശം ഫുൾ ചാർജിൽ ഒരു 420 റേഞ്ചാണ് ഇപ്പം നമുക്ക് വണ്ടി തന്നിരിക്കുന്നത്. പതുക്കെ ഓടിക്കുമ്പോൾ 520 കിലോമീറ്റർ റേഞ്ച് തരുന്ന വണ്ടിയാണ്. നമ്മൾ ലെമൺ ട്രീ എത്തിയല്ലേ? നമ്മളെപ്പോഴും കോയമ്പത്തൂർ വരുമ്പോൾ നിൽക്കുന്ന റൂമല്ല, ഹോട്ടലാണ്. അക്കി പാർക്ക് ചെയ്യാൻ വന്നോ? അതാ വരുന്നിടയ്ക്ക് ഇപ്പൊ വരും. ഇവിടെ പത്രയൊക്കെ ഉള്ളല്ലേ? ബൈ, ഗുഡ് നൈറ്റ്.